നമസ്കാരം. എല്ലാവരുടെ മനസ്സിലും സന്തോഷത്തിന്റെ പൂത്തിരി കത്തിച്ചുകൊണ്ട് ഓണക്കാലം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓണത്തപ്പനെ വരവേൽക്കാൻ പ്രകൃതിയും അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണം തുടങ്ങുന്നത് ചിങ്ങമാസത്തിലെ അത്തം മുതലാണ്. അത്തം പത്തോണം എന്നാണല്ലോ ചൊല്ല. കർക്കിടകത്തിന്റെ വറുതിയും ദാരിദ്ര്യവും കഴിഞ്ഞ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻചിങ്ങം വന്നെത്തുമ്പോൾ എത്ര ദരിദ്രനായാലും 10 ദിവസമെങ്കിലും വയറു നിറയെ ആഹാരം കഴിക്കാം എന്ന പ്രത്യാശയാണ് ഓണക്കാലം നൽകുന്നത്. അതുകൊണ്ടാണ് അത്തമാണത്തമാണദ്ദിനത്തിൽ അത്തലിംഗാലയം വിട്ടുപോണം, 10 നാളേവർക്കും ചിത്തതാരിൽ മുത്തണിയിക്കുന്നോരോണമെത്തി എന്നെല്ലാവരും ഒത്തുചേർന്ന് പാടുന്നത്. ശരിക്കു പറഞ്ഞാൽ തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അത്തം മുതൽ തുടങ്ങുന്നു. അന്നു മുതലാണല്ലോ നമ്മൾ പൂക്കളമിട്ട് തുടങ്ങുന്നത്. എറണാകുളം നിവാസികളെ സംബന്ധിച്ചിടത്തോളം തിരുവോണത്തേക്കാൾ പ്രാധാന്യം അത്തത്തിനുണ്ട്. കാരണം കേരളക്കരയാകെ ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ്. ഈ അത്തച്ചമയത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാണ് ഈ അത്തച്ചമയം ആരംഭിച്ചതെന്നറിയോ? രാജാക്കന്മാരുടെ കാലത്തെ തുടങ്ങിയതാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര. കൊച്ചി രാജാവിന്റെ വിജയമാണ് ആദ്യകാല അത്തച്ചമയങ്ങൾക്ക് പിന്നിൽ. രാജഭരണകാലത്ത് കൊച്ചി രാജാവ് തൃക്കാക്കരയിൽ പല പൂജകളും നടത്തിയിരുന്നു അത്രേ. ചിങ്ങമാസത്തിലെ അത്തനാളിൽ തൃപ്പൂണിത്തുറ കൊട്ടാരത്തിൽ നിന്ന് തൃക്കാക്കര ക്ഷേത്രം വരെ അദ്ദേഹം എഴുന്നള്ളിയിരുന്നു. സർവ അലങ്കാരങ്ങളോടും കൂടി തൃക്കാക്കരയിലേക്ക് ഘോഷയാത്രയായി അദ്ദേഹം വരുമ്പോൾ എല്ലാ ജനങ്ങൾക്കും അദ്ദേഹത്തെ കാണാനുള്ള ഒരവസരം കൂടിയായിരുന്നു അത്. ഓണം ഐക്യത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ്. അതുതന്നെയാണ് ഘോഷയാത്രയിലും കാണുന്നത്. ജാതിമത ഭേദമന്യേ കരിങ്ങാച്ചിറയിലെ വികാരിയും നെട്ടൂർ പള്ളിയിലെ തങ്ങളും മത്സ്യത്തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് ചെമ്പിലരയനും ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നു. ആ ദിവസം ജാതി വർഗ ഭേദമില്ലാതെ ഏവർക്കും കൊട്ടാരത്തിൽ പ്രവേശിക്കാനും രാജാവിനെ മുഖം കാണിക്കാനുമുള്ള അവസരം ലഭിച്ചിരുന്നു. അവിടെ നിന്ന് സദ്യയൊക്കെ കഴിച്ച് സമ്മാനങ്ങളും വാങ്ങിയാണ് ജനങ്ങൾ പുറത്തു പോയിരുന്നത്. എന്നാൽ രാമവർമ്മ പരീക്ഷിത്തു തമ്പുരാന്റെ കാലത്തോടെ ഈ അത്തച്ചമയ ഘോഷയാത്ര നിന്നുപോയി. സാമ്പത്തിക പ്രശ്നം തന്നെയാണ് പ്രധാന കാരണം. ഈ അത്തച്ചമയ ഘോഷയാത്രയെക്കുറിച്ച് ഒരു ഐതിഹ്യവും നിലവിലുണ്ട്. ഒരു സാധുവായ ബ്രാഹ്മണൻ തൃക്കാക്കരപ്പനെ അകമഴിഞ്ഞ് ഭജിച്ചിരുന്നു അത്രേ. എല്ലാ ദിവസവും തൃക്കാക്കര ക്ഷേത്രത്തിലെത്തുകയും കുളിയൊക്കെ കഴിഞ്ഞ് ഭജനമിരിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം ക്ഷേത്രത്തിലുണ്ടായിരുന്ന സ്വർണത്തിലുള്ള പഴക്കുല കാണാതായി. അധികാരികൾ ഈ ബ്രാഹ്മണനാണ് അത് മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉപദ്രവിച്ചു. മനം നൊന്ത ആ ബ്രാഹ്മണൻ ശപിച്ചു അത്രേ. എന്താണ് ശപിച്ചതെന്നറിയണ്ടേ? ഇല്ലിവാതിലും കൊള്ളിവിളക്കും അയനിപ്ലാവില നിവേദ്യവുമായി അധപ്പതിക്കട്ടെ എന്ന. അതായത് ചെറിയൊരു വാതിലും അടുപ്പിലെ കൊള്ളിയിൽ നിന്ന് കത്തിക്കുന്ന തീയും വിളക്കും പേരിന് മാത്രം നിവേദ്യവുമായി തീരട്ടെ എന്നായിരുന്നു ശാപം. അത് ഫലിച്ചു എന്നും തൃക്കാക്കര ക്ഷേത്രം പതുക്കെ പതുക്കെ അധപ്പതിച്ചു എന്നുമാണ് പറയുന്നത്. തൃക്കാക്കര മുഴുവൻ കാടുപിടിച്ചു കിടക്കുന്ന ഒരു പ്രദേശമായി എന്നും ആരും തന്നെ ക്ഷേത്രത്തിൽ തൊഴാൻ വരാതെയായി എന്നും ആകെ ഒരു പൂജാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഐതിഹ്യം. ഓണത്തിന് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട കൊച്ചി രാജാവ്
ക്ഷേത്രത്തിന്റെ ഈ സ്ഥിതി കണ്ട് തിരികെ പോയി എന്നും അങ്ങനെ തൃപ്പൂണിത്തുറയിൽ ഘോഷയാത്ര ആരംഭിച്ചു എന്നുമാണ് ഐതിഹ്യം പറയുന്നത്. എന്തൊക്കെയായാലും ഇങ്ങനെ നിന്നുപോയ ഘോഷയാത്ര 1960 തൃപ്പൂണിത്തുറയിലുള്ള ചരിത്രബോധമുള്ള ജനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചു. ജനങ്ങളിൽ നിന്ന് പിരിവെടുത്താണ് അവരെന്ന ഘോഷയാത്ര നടത്തിയിരുന്നത്. 1980 തൃപ്പൂണിത്തുറ മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ അത്തച്ചമയ പരിപാടികൾ ഏറ്റെടുത്തു. അങ്ങനെ വീണ്ടും പ്രൗഢിയോടെ ഇന്നത്തെ രീതിയിൽ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കുകയാണുണ്ടായത്. ഇന്ന് രാജഭരണമല്ലെങ്കിലും രാജകീയ പ്രൗഢിയോടെ തന്നെയാണ് ഈ ഘോഷയാത്ര തൃപ്പൂണിത്തുറ നഗരിയിലൂടെ കടന്നു പോകുന്നത്. പതാക ഉയർത്തി വിളക്ക് കൊളുത്തിയ ശേഷം ഘോഷയാത്ര ആരംഭിക്കുന്നു. മാബലി മന്നൻ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. നാടൻ കളികളും പ്ലോട്ടുകളും ഒക്കെയായി ജാതിമത ഭേദമന്യേ തൃപ്പൂണിത്തുറ നിവാസികൾ ഒത്തുചേർന്ന് ആഘോഷിക്കുന്ന ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ് അത്തച്ചമയ ഘോഷയാത്ര. ലോകത്തിന്റെ ഏത് കോണിലായാലും തൃപ്പൂണിത്തുറ നിവാസികൾ ഈ ദിവസം അവിടെ എത്തുന്നു എന്നുള്ളത് ഈ ഘോഷയാത്രയുടെ അല്ലെങ്കിൽ ഓണക്കാലത്തിന്റെ ജനകീയത വ്യക്തമാക്കുന്നു. അതിനാൽ ഈ ഒരുമയുടെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ ഈ ഉത്സവം നമുക്കും ഒത്തുചേർന്ന് ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ.